നമസ്കാരം. റാമ്പിൽ വരുന്ന യുവമിഥുനങ്ങളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് വിവാദങ്ങളുടെ നടുക്ക് നിൽക്കുന്ന രേണുസുതി. ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടി ആരെന്ന് എനിക്കറിയില്ല. നടുക്ക് നിൽക്കുന്നത് ഒരു യുഗപുരുഷനാണ്, രജിത് കുമാർ സാർ. അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ വിളിക്കാൻ തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു. കാരണം ഇവിടെ ഞാൻ എന്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത ഒരു ഗ്രാമമാണ്, ചിങ്ങോലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുത്ത നങ്ങ്യാർകുളങ്ങര BBHS എന്ന സ്കൂളിലെ മകള് പഠിക്കുന്ന സമയത്ത് ഞാൻ 2 വർഷം PTA പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ താല്പര്യപ്രകാരം ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നൊരു മോട്ടിവേഷൻ ക്ലാസ് അവിടെ നടത്തി. ആ ക്ലാസ്സില് ഇദ്ദേഹത്തിന്റെ തന്ത്രം ഈ കുട്ടികളെ എല്ലാം നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇദ്ദേഹം കുറെ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കുറെ 1000 രൂപയുടെ ബുക്ക് എനിക്ക് സൗജന്യമായിട്ട് അന്ന് തരുകയൊക്കെ ചെയ്തു. വളരെ ആ രീതിയിൽ കണ്ട ഒരു മനുഷ്യനെ പിന്നെ നമ്മൾ കാണുന്നത് ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിലാണ്. ഒരിക്കലും നമുക്ക് ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിനോ ബിഗ് ബോസിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് വെറും നാർത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ പോയി വില കളഞ്ഞ ഒരു വ്യക്തിയാണ് ഈ രജിത് കുമാർ. ഇപ്പോൾ എന്തിന് അങ്ങ് ഈ കക്ഷി അവിടെ വരുമ്പം മുടിയില്ല, താടി നീട്ടി വളർത്തിയിട്ടുണ്ട്, വെള്ളത്താടി. ഇപ്പൊ ആ രൂപം നോക്കി. ഹായ്, കൊള്ളാം. കൂടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ, ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള എല്ലാരും ഇപ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത രേണുസുതി ഇപ്പോൾ കേരളം ഒന്നടങ്കം വെറുക്കുന്ന ഒരു സ്ത്രീയായി മാറി. കൊല്ലം സുധിയുടെ ബാനറിൽ മാത്രം ജീവിച്ച അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു പോകുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ട് ഇപ്പോൾ ആ പേര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലം സുധിയുടെ. അതിന്റെ ഏറ്റവും അടുത്ത ഒരു തെളിവാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ഒരു മലപ്പുറത്ത് വണ്ടൂരെ ഒരു ഫ്ളാറ്റിന്റെ ഒരു വീട് വിൽക്കുന്ന പരസ്യം, ലക്കി ഡ്രോ 500 രൂപയ്ക്ക്. ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ കാണിക്കാം. 500 രൂപ ഒരു വീടാണ് ഗൈസ്, വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ സ്കൂട്ടി ഉണ്ട്, കാറുണ്ട് എന്ന് വേണ്ട, ജാവയുണ്ട്. ഗൈസ് ഇഷ്ടം പോലെ ഓഫർ. നമ്മുടെ മലയാളികൾക്ക് എന്ത് വന്നാലും പഠിക്കാത്ത ഒരു നാടാണ് ഇന്ന്. സാക്ഷരതയിൽ മുൻപന്തിയിൽ എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബാങ്ക് ഉദ്യോഗസ്ഥനെ വരെ തട്ടിപ്പ് നടത്തുന്ന കേരളത്തില് പിന്നെ ഇവരെ നമ്മൾ എന്ത് പറയാനാ? 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഭാഗ്യശാലി. കാരണം അതെ, നമ്മളാണ് ഭാഗ്യശാലികൾ. 500 രൂപ പോകുമ്പോൾ നമ്മുടെ ഭാഗ്യം അതുപോലെ പോയി കിട്ടും. ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ എന്താ അല്ല, നമ്മുടെ മുന്നിൽ വെച്ചത് ചെയ്താലല്ലേ ലൈവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇതിന്റെ പിന്നിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല യൂട്യൂബർമാരും ഇവരെ ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് ഒരു ഫാമിലിയിലുണ്ടായ കടം വീടുവാൻ വേണ്ടി ചെയ്ത ഒരു തട്ടിപ്പന്നെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്കറിയാം പല ചാരിറ്റികളും ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എത്രയോ പേരുകൾ കേരളത്തിൽ ചാരിറ്റികൾ ചെയ്യുന്നു. അപ്പൊ അവരെ നിർത്തി അവർക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ നമ്മള് 1 കോടി രൂപ ഒരു ദിവസം കളക്ട് ചെയ്ത നാളൊക്കെയാണ്. അപ്പൊ നമുക്കിതൊന്നും ഒരു വലിയ വിഷയമല്ല. അവർക്ക് അർഹതപ്പെട്ട ഒരു കടവോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ സഹായിക്കുന്നതിൽ 100% ഉറപ്പാണ്. ഒരു വലിയ 2 നില വീട് വെച്ചിട്ട് അതിന്റെ കടം വീടാൻ ലക്കി ഡ്രോ, അത് എത്ര 500 രൂപയുടെ എത്ര കൂപ്പൺ വേണം? ഇതിന്റെ ചെലവ് ഏതാണ്ട് 65-70 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന ഇതിന് എത്ര ടിക്കറ്റ് ഇതിന് ഇഷ്യൂ ചെയ്യുന്നു എന്നില്ല. എന്തായാലും ഒരു ടിക്കറ്റിനൊക്കെ വലിയ ഡിമാൻഡായിരുന്നു. കുറെ പേര്
പോയി നിന്ന് ക്യൂ നിന്നൊക്കെ വാങ്ങിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വീട് ജസ്റ്റ് ഒന്ന് കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വാ ഗൈസ്, വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് അവര് വീടിനുള്ള വിശാലമായ ഹാളിലാണ് ഇരിക്കുന്നത്. കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നല്ല ഇത് ഒരു സൂപ്പർ ബെഡ്റൂം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതിനകത്തിൽ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റ് സ്ട്രക്ചറൽ വർക്കുകൾ തീർത്ത് ഒരു വെള്ള പെയിന്റ് അടിച്ച ഒരു വീടെന്ന് എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഇവർ ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കും, എഴുതി കൊടുത്ത് പഠിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവർക്ക് തുച്ഛമായ പൈസ കിട്ടുന്നു, അതിന് നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു കേസ് നമുക്കറിയാം അടുത്ത സമയത്ത് നടന്നു, അതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല. ഇതിന് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടികൾ കുറെ കണ്ട കേരളത്തിൽ ഇനി ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് 10 പേരെങ്കിലും ബോധവാന്മാരാകുന്നെങ്കിൽ അത്രയും നന്ന്. ഒരു വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചണും ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും guys നമുക്ക് നേരെ എന്താ അടിപൊളി കിച്ചൺ, അതിനകത്ത് ഈ കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്ത് ഈ അടിപൊളി കിച്ചൺ എന്ന് പറയുന്നത്? സാധാരണ നമ്മുടെ നാട്ടിലെ കിച്ചണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോഴത്തെ സ്റ്റൈല് കബോർഡ് വർക്ക്, അതുപോലെ പിന്നെ മാർബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള ഈ സിങ്കൊക്കെ വെച്ച് ഇതൊക്കെ കാണാൻ പറ്റും. അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. നേരെ മുകളിലേക്ക് പോവാ, ബാക്കി എല്ലാം നമുക്ക് കാണാം. കാണാം. വാ ഗൈസ്, വേണ്ടേ മുകളിലോട്ട് കയറുമ്പോൾ നോക്കണം. സാധാരണ കുറഞ്ഞ ടൈല് 40 രൂപ 50 രൂപയ്ക്കകത്തുള്ള ടൈൽസ് ഇട്ടിട്ട് ആ സ്റ്റെയർ, പിന്നെ ഹാൻഡ് റെയില് കുഴപ്പമില്ല. അപ്പൊ guys ദാ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ 500 ഒരു 50,000 തരാം, അതിന്റെ ഒരു റൂമെങ്കിലും എന്താ. അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറഞ്ഞ കാഴ്ചയാണ്. എനിക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു ബാക്കിയും കൂടെ കാണിച്ചു തരാം. തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും ബാൽക്കണി വെട്ടമില്ലാതെ പിന്നെ ഇരുട്ടവിടെ എങ്ങനെയാ കൊച്ചാ വരുന്നത്? വെളിച്ചവും വായും ഒക്കെ ഉള്ള ഏരിയ. വായു ഉണ്ട് കേട്ടോ, അതൊരു രേണുസുതിയുടെ പുതിയ കണ്ടുപിടുത്തോ. തന്നെയാണ്. അതുപോലെ റോഡ് സൈഡ് ആണ് അല്ലേ? അതെ, റോഡ് സൈഡിലാണ് ഈ സ്ഥലം ട്ടോ. ഈ റോഡ് സൈഡ് ആണ് അല്ലെന്ന് അതൊന്നും അറിയാതെ അവിടെ ചെന്ന് കയറിയെന്ന് തോന്നുന്നു. വിഷ്വൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 ആട്ടോ. വീട് ആഗസ്റ്റ് 15. ഇനി ആരും പ്രതീക്ഷിക്കേണ്ട, ഈ പരിപാടി നമ്മുടെ യൂട്യൂബർമാർ തന്നെ പൊളിച്ചെഴുതി കൈ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എന്ത് പ്രവർത്തികൾ വന്നാലും ഈ ഗവൺമെന്റ് തലത്തിൽ ഒരു ആക്ഷൻ വരാത്തതിൽ വളരെ വിഷമമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ പോലും ഒരു പിന്നെ ആർജാഞ്ജലിയുമായി ബന്ധപ്പെട്ട കൂടൊരു നിരഞ്ജനയുമായിട്ടിരുന്ന ഒരു കുണ്ടി കേസ്, അപ്പം ഒരു തൊഴിലിടത്തിനെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഒരു കേസ് പോലും നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെതിരെ ഒരു ആക്ഷൻ, ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. എന്തായാലും ശരി, ഇതിപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലൊക്കെ വന്ന ആളാണ്. അദ്ദേഹം കുറെ നല്ല വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണാം. അല്ല, അങ്ങനെ അത് നമ്മള് വീഡിയോയിൽ അങ്ങനെ പറയുമ്പോ അത് ഒരു മോശമല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളി. വെറുതെ രേണുസുതിയും പ്രതീഷും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കുവോ? വെറുതെ 2 ആൾക്കാർ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇതിങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാം. അപ്പൊ അത് ഇല്ലീഗൽ അല്ലേ? ഇല്ലീഗല് ഇതിപ്പോ ഇപ്പൊ സാധാരണ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഇവര് ആരോ തെറ്റിദ്ധരിച്ചിക്കപ്പെട്ട് ചെയ്ത പരിപാടിയാണ്. ചിലപ്പോൾ മീഡിയക്കാർ തന്നെ ആയിരിക്കും അതിന്റെ പിന്നിലെന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയൊക്കെയുള്ള ഈ ടെക്സ്റ്റൈലിലൊക്കെ ഓണം, ക്രിസ്മസ്, വിഷു ഒക്കെ വരുമ്പോൾ ഓഫറുകൾ വെക്കും. നമുക്കറിയാം, ഹോം അപ്ലയൻസസിനൊക്കെ വലിയ ഓഫറുകൾ വെക്കും. ഇപ്പൊ മൈജിയൊക്കെ ഓഫറിന്റെ ലോകത്തോടെ പോകുന്ന ആൾക്കാർ. അപ്പൊ അവര് ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വെച്ചിട്ട് അതിന്റെ ഗിഫ്റ്റ് ടാക്സ് അടച്ച് പർട്ടിക്കുലർ പീരീഡ് വെച്ചിട്ടാണ്, ഇപ്പൊ ഓണത്തിന് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം 15 ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവർക്ക് റൈറ്റും ഉണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഇവരത് കണ്ട് ഒരു വീട് വെച്ചു, അതിന്റെ കടം വീടാൻ വേണ്ടി
ഒരു ബമ്പർ ഷോ, ബമ്പർ പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ നാട്ടിലെ ഇങ്ങനെയൊക്കെ വീണ്ടും 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 വരുന്നല്ലോ എന്നുള്ള നമ്മുടെ ഒരു കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അതിന് GST അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും. അല്ല, ഇതില് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടുത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ എത്ര കൂപ്പണ അടിക്കുക? നമ്മളിത് പിന്നെ എത്ര കൂപ്പണാന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം. കറക്റ്റില്ലേ? കൂപ്പണൊന്നും അടിക്കുന്നതിനൊന്നും ചിലപ്പോ കൗണ്ടർ ഫോയിൽ പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും അടിക്കുന്നത്. കൂപ്പൺ അടിക്കുക, ജസ്റ്റ് കൊടുക്കുക. 500 രൂപ വെച്ച് പാവങ്ങളുടെ കുറെ പേരുടെ പൈസ ഇപ്പൊ ഇവരുടെ ആയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ വന്നിപ്പോ താൽക്കാലികമായി നിർത്തി എന്നാ പറഞ്ഞത്. താൽക്കാലികം എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ പൊങ്ങി വരാൻ ഒരു സാധ്യതയില്ല. ഏതായാലും ശരി, പല തട്ടിപ്പുകളും നടക്കുന്ന കേരളത്തിലെ വീണ്ടും ഒരു തട്ടിപ്പിന് ഈ രേണുസുധിയും കൂടെ പോയി അവർക്ക് അഭിനയിച്ച് പൈസ കിട്ടുന്നതാണെങ്കിൽ പോലും നമുക്കറിയാം, പല അഡ്വർടൈസ്മെന്റും നമ്മുടെ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നതിനെ പോലും വിമർശിക്കുന്നതാണ്. ഇവർ ഇതുപോലുള്ള ഒരു തട്ടിപ്പിന് എന്താണ് അവർ ചെയ്യുന്നത്, അത് നിയമപരമായി സാധുതയുള്ളതാണോ എന്ന് തിരക്കാതെ പോകുന്ന ഒരു പ്രവണത, അത് പ്രത്യേകിച്ച് രേണുസുധിയെ കുറിച്ചുള്ള അവരൊക്കെ കുറച്ച് സിമ്പതിയൊക്കെ നേടി ഇപ്പം ഒരു ആർട്ടിസ്റ്റായിട്ടൊക്കെ ശരി പല വിമർശനങ്ങളും അവരെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് അവരെ അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അവർ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ അവരുടെ നിലപാടും ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഇതിന് അത് ഇതെന്നൊക്കെ പറഞ്ഞ ഭയങ്കര രേണുസുധി തട്ടിപ്പിന് കൂട്ടുക പരസ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാം, ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ എന്താ പറയുക, ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം, അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേരിട്ടതാണ്. പക്ഷെ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല. ഒരു ഫാമിലിയെ സഹായിക്കുവാൻ ഇതിനകത്തിൽ ഹിഡൻ ഒരു അജണ്ട അവരുടെ മനസ്സിലാക്കാം. ഒരു ഫാമിലിയെ സഹായിക്കുവാൻ വേണ്ടി, കടം വീടുവാൻ വേണ്ടി അവരോട് നിന്ന് പറയാം എന്ന് പറഞ്ഞാണ് അവിടെ വന്നപ്പോൾ അവര് അതിൽ നിന്ന് പിന്മാറി. നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ അവരുടെ ഫേസ് കാണിക്കാതെ ഇതൊരു നമ്പർ 1 ചീറ്റിംഗ് കേസായിട്ട് വേണം എടുക്കുക. ഇതിനകത്ത് രേണുസുധിയും ഇതിനകത്തൊക്കെ ഇൻവോൾവ് ചെയ്തെങ്കിൽ അതൊക്കെ അവരുടെ ജീവിതമാർഗത്തിന്റെ ഭാഗമായി ഒരു പരസ്യം പറഞ്ഞു എന്നതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ ഇത് രേണുസുധിയെ കൂട്ടുള്ളവരെ കൊണ്ട് ഇപ്പം മാർക്കറ്റ് ചെയ്യാം എന്നുള്ള ഒരു തന്ത്രം ഇതിനു മുന്നിലുണ്ട്. അതിൽ ഇവര് വീഴരുതായിരുന്നു. ഇവർക്ക് പൈസ എന്ന് ഇപ്പം ആൽബത്തില് അഭിനയിച്ചു, അവാർഡ് കിട്ടി, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ നല്ല റാമ്പില് കയറിയിട്ടുണ്ട്. അപ്പം അതെന്തോ ആയിക്കോട്ടെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷെ ഇതുപോലുള്ള ഈ തട്ടിപ്പുകളിൽ ചെന്ന് പരസ്യത്തിലൊക്കെ പറയുമ്പം അതിനകത്തില് ഒരു കേസ് വരുമ്പോ ഇവരും പ്രതികളാകൂ എന്ന് ഉള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം. അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു തന്നിട്ടില്ല. അത് തട്ടിപ്പേ അല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അത് തട്ടിപ്പേ അല്ലെന്ന് എന്തർത്ഥത്തിലാ രേണുസുധി ഇത് പറയുന്നത്? ഇതിന്റെ തട്ടിപ്പിന്റെ ലോകത്തെ കുറിച്ചൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രേണു ഇങ്ങനൊക്കെ പറയുന്നത്. ഇങ്ങനെ ലോട്ടറി, ലക്കി സ്റ്റാർ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിങ്ങനെ അറിഞ്ഞപ്പോ തന്നെ ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോ, ഇത് കുറെ പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാനാണേലും പ്രതീക്ഷയുള്ള ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. കൊളാബ് കളഞ്ഞതാണെന്ന് രാജ്യം മൊത്തം ഇത് എല്ലാരും നടന്ന് കണ്ടൊരു കാര്യമാണ്. എല്ലാവരുടെയും കൈകളിൽ ഇത് കൂടി. ഞാനിത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എല്ലാരും ചെയ്തപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് വെച്ചാൽ അതിന്റെ പിന്നില് ഒരു ചേതവികാരം എന്ന് പറയുന്നത് അവരൊരു അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചു എന്നതിനപ്പുറം എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഇത് തട്ടിപ്പാണെന്ന് കണ്ടപ്പോഴും പുതിയ തട്ടിപ്പിന്റെ മുഖങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറായത്. അപ്പൊ ഇപ്പോൾ നമ്മളെ രേണുസുധി ഈ ഒരു റാമ്പിൽ കൂടിയുള്ള യാത്ര ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ നടത്തമൊക്കെ പഠിച്ചുപോയി. എങ്ങനെയാണ് റാമ്പിൽ നടക്കേണ്ടതെന്ന് രേണുസുധി പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ മുഖ്യ നായകൻ രജിത് കുമാർ സാറെന്നൊക്കെ ഇയാളെ ഇപ്പൊ പറയുന്ന പുച്ഛവാ. കേരളം ഒരു പരിധി വരെ ആദരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം
ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഇയാൾ വെറും ഒരു തരംതാണ വ്യക്തിയാണെന്നുള്ളത് ബിഗ് ബോസിൽ പോയതുകൂടി. ഇപ്പം പഴയ മാതിരി മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് വെച്ചാൽ ഒരു മനുഷ്യര് വിളിക്കാറുമില്ല, ഇദ്ദേഹത്തിന് വെച്ചാൽ അവിടെ കൂക്കുകൂടിയാണെന്നൊക്കെയാണ്. എന്തായാലും ശരി, ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇനിയും കേരളത്തിൽ ഉണ്ടാകരുത്. ലീഗലായിട്ടുള്ള നമ്മള് എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് പോകുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനെതിരെ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ പോയി വീഴരുത്. രേണുസുതി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അവർക്ക് കൊല്ലം സുധിയുടെ ആ ഒരു തണലിൽ അല്ലെങ്കിൽ ആ ഒരു പേരിൽ തന്നെയാണ് കയറി വരുന്നത്. അത് കളഞ്ഞു വിളിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.